വിഷ്ണു, എങ്ങനെയാണ് ശബരിമല? ഇപ്പൊ നേരത്തെ കാനനപാത അടച്ച വിവരങ്ങൾ ജെയിൻ പങ്കുവച്ചിരുന്നു. മലയിലേക്ക് ഇപ്പോൾ ഭക്തരുടെ തിരക്കുണ്ടോ? അവിടെ ഈ മലകയറ്റത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ മുന്നറിയിപ്പുകളോ ഒക്കെ നൽകിയിട്ടുണ്ടോ? മഴയുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും നിലവിൽ ശബരിമലയിൽ മഴ മാറി നിൽക്കുകയാണ്. രാവിലെ പെയ്ത പിന്നീട് മഴ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതായാലും പമ്പയിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. പമ്പയിൽ ഭക്തർക്ക് ഇറങ്ങുന്നതിന് വേണ്ടി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രമാണ് ഒഴുക്ക് കുറഞ്ഞ ആഴം കുറഞ്ഞ ഒരു പ്രദേശത്ത് മാത്രമാണ് ഈ ആളുകളെ ഇറക്കാനായി പമ്പയിൽ കുളിക്കാനായി അനുവദിക്കുന്നുള്ളൂ. അവിടെ മാത്രമേ ആളുകൾ ഇറങ്ങി കുളിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. അതുപോലെ വടം കെട്ടി തന്നെ ആളുകൾ എത്താത്ത തരത്തിൽ പോലീസ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഭക്തരുടെ തിരക്കിനെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാരണം ഇതിനോടകം വന്ന കണക്ക് പ്രകാരം മണിക്കൂറിൽ 3000-ഓളം ആളുകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 37,000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. സ്വാമി, എവിടുന്നാണ് വരുന്നത്? കൊല്ലം. തിരക്കുണ്ടായിരുന്നോ? ഒരുവിധം തിരക്കുണ്ട്. പമ്പയിലൊക്കെ എങ്ങനെയാ അവസ്ഥ? വെള്ളം ഒഴുക്കൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മഴ പെയ്തപ്പോൾ ആൾക്കാർ കയറി നിന്നു, അങ്ങനെയുള്ള തിരക്കൊക്കെ ഉള്ളൂ. ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അവിടെ? ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ പമ്പയിൽ കുളിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോ? അവിടെ ഇച്ചിരി ഒഴുക്കുവെള്ളമൊക്കെ ഉണ്ട്. മല കയറുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? സുഖമായിട്ട് ഇറങ്ങി പോകല്ലേ? അവിടെ പോലീസൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. ഈ മഴ പെയ്യുമ്പോഴും മല കയറുന്നൊരു പ്രശ്നമുണ്ടോ? ഈ വെള്ളം ഒഴിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? മഴ ഉണ്ടായിരുന്നു? വലിയ പ്രശ്നം ഇല്ലായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് വലിയ പ്രശ്നം ഇല്ലായിരുന്നു. കുഴപ്പമില്ല, നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ തിരക്കുകൾ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് കുറവായിട്ടാണ് തോന്നിയേക്കുന്നത്. അതുതന്നെയാണ് പറയുന്നത്. പമ്പയിലും കാര്യമായിട്ടുള്ള തിരക്ക് നിലവിലില്ല. പോലീസ് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തുടർച്ചയായി അവർക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകിയാണ് പമ്പയിലെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. സന്നിധാനത്താണെങ്കിലും എല്ലാ തരത്തിലും പോലീസിനെ വളരെ കാര്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുന്ന തരത്തിലോട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഈ കാനനപാത അടച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശരി വിഷ്ണു, ഞങ്ങൾ വരാം. ഇപ്പോൾ അത് ഇന്നലെ നമ്മൾ ഈ സമയം ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും ഈ നേരിട്ട് 18-ാം പടിയിലൂടെ ആളുകളെ കയറ്റിവിടുകയായിരുന്നു. ഈ മേൽപ്പാലത്തിലൂടെ വരേണ്ട സാഹചര്യമില്ലായിരുന്നു. കാരണം ഞായറാഴ്ച തിരക്കാണെന്ന് കരുതി പലരും വരാതിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ മേൽപ്പാലത്തിലൂടെ തന്നെയാണ്. അല്ലെ, എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഗമമായ ദർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.